ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം മുടിയെ സംബന്ധിച്ച് മുടി കൊഴിച്ചിലും മുടിയുടെ നീളമില്ലായ്മ, വളർച്ചക്കുറവ് ഇതൊക്കെയാണ്. അപ്പോൾ ഇത് പരിഹരിക്കാനുള്ള ഒരു ടിപ്പാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും ഹെയർ കെയർ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളത് ഹെയർ മാസ്കുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെയർ പാക്കുകൾ, തലമുടിയിലും തലയോട്ടിയിലും ഒക്കെ തേക്കുന്ന എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റുകൾ, കാര്യങ്ങൾ, അതായത് നാച്ചുറലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ റെമഡീസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ പറയുന്നത് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന, അതായത് മുടി വളരാൻ വേണ്ടിയിട്ട് കുടിക്കുന്ന ഒരു ജ്യൂസിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. കാരണം നമുക്ക് പ്രത്യേകിച്ച് വേറെ സാധനങ്ങളൊന്നും പുറത്തുനിന്ന് മേടിക്കുകയോ എടുക്കുകയോ ഒന്നും വേണ്ട. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ മലയാളികൾ ദിവസേന ഉപയോഗിക്കുന്ന 2 ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടുന്നത് കറിവേപ്പിലയും തേങ്ങയുമാണ്. ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പിടി അളവിൽ നല്ല കറിവേപ്പിൻ്റെ ഇലയെടുത്ത് അത് നന്നായി കഴുകിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് അരപ്പിടി അളവിൽ തേങ്ങ തിരുമിയതോ അല്ലെങ്കിൽ തേങ്ങ ചെറുതായി നുറുക്കിയതോ അതുകൂടി ചേർത്ത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. ആദ്യം കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് അരച്ചെടുത്തതിന് ശേഷം ബാക്കി നിങ്ങൾക്ക് നീട്ടി വെള്ളം ഒഴിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ജ്യൂസ് ഇതിന് ശേഷം അരിച്ചിട്ട് ദിവസേന വെറും വയറ്റിൽ കുടിക്കാവുന്നതാണ്. ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 1 മാസം കുടിച്ചാൽ തന്നെ നല്ല വ്യത്യാസം മുടി കൊഴിച്ചിലിന് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയാൻ, കറിവേപ്പില നമുക്ക് പണ്ട് മുതലേ ആളുകൾ പറയും കറിവേപ്പില കഴിച്ചാൽ മുടി വളരും, മുടി കൊഴിച്ചിൽ മാറും എന്നൊക്കെയുള്ളത്. അത് വളരെ സത്യമായ കാര്യം തന്നെയാണ്. കാരണം കറിവേപ്പില അടങ്ങിയിരിക്കുന്ന സെലിനിയം, ഫോസ്ഫറസ്, അയൺ ഇതൊക്കെയാണ് മുടി കൊഴിച്ചിൽ മാറിയിട്ട് മുടി വളരാനായിട്ട് സഹായിക്കുന്നത്. അപ്പം മുടി വളരാനുള്ള എണ്ണയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഈ കറിവേപ്പില ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ്. മിക്കവാറും ഉള്ള എല്ലാ കാച്ചെണ്ണയിലും എപ്പോഴും ഒരു പിടി കറിവേപ്പില ചേർത്തിട്ട് തന്നെയായിരിക്കും ഈ കാച്ചെണ്ണകളൊക്കെ ഉണ്ടാക്കുന്നത്. മുടി വളരാനായിട്ട് ഇത് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അതേപോലെ തേങ്ങ നമ്മൾ വെളിച്ചെണ്ണ നമ്മൾ തലമുടിയിൽ തേക്കാറുണ്ട്. തലമുടിക്ക് ആവശ്യത്തിനുള്ള എല്ലാ ന്യൂട്രിയൻസും ഈ വെളിച്ചെണ്ണ കൊടുക്കും. എന്നാൽ ഇതിപ്പോൾ നമ്മൾ ഇതിനകത്ത് തേങ്ങ ഇതിൻ്റെ കൂടെ അരച്ചത് കുടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തലമുടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ പ്രോട്ടീൻസ്, അമിനോ ആസിഡ്സ്, അതേപോലെ അയണ് ഇതെല്ലാം നമുക്ക് ഈ തേങ്ങയിൽ നിന്ന് കിട്ടും. അപ്പോൾ ഈ 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ പറഞ്ഞ മുടിയുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ടുള്ള മുടി കൊഴിച്ചിൽ തടയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദിവസവും രാവിലെ ഇത് കുടിക്കുക. ഒരു ഗ്ലാസ് ജ്യൂസ് ഈ പറഞ്ഞ രീതിയിൽ തയ്യാറാക്കിയിട്ട് എംപ്റ്റി സ്റ്റൊമക്കിൽ വേണം നിങ്ങൾക്ക് കുടിക്കാനായിട്ട്. എംപ്റ്റി സ്റ്റൊമക്കിൽ കുടിക്കുന്നതിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ രാവിലെ ഒന്നും കഴിക്കാതെ ഇത് കുടിക്കുന്നു. ഇത് കുടിച്ചതിന് ശേഷം അരമണിക്കൂർ നേരത്തേക്ക് നിങ്ങൾ മറ്റൊന്നും കഴിക്കാൻ പാടില്ല. അല്ലാതെ ഇത് കുടിച്ചിട്ട് നേരെ ഉടനെ തന്നെ എംപ്റ്റി സ്റ്റൊമക്കിൽ ഇത് കഴിച്ചു കഴിഞ്ഞു ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ പോയി ചായയോ കാപ്പിയോ ഒന്നും കുടിക്കാൻ നിൽക്കരുത്. അരമണിക്കൂർ നേരത്തേക്ക് മറ്റ് സാധനങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. അതിപ്പം എംപ്റ്റി സ്റ്റൊമക്കിൽ എടുക്കാൻ പറയുന്ന ഏത് സാധനങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇതിപ്പോൾ ഒരു മരുന്നാണെങ്കിലോ ബാക്കി എന്തെങ്കിലും ഇതുപോലത്തെ ടിപ്സ് ആണെങ്കിലോ നിങ്ങൾ എന്തെങ്കിലും എംപ്റ്റി സ്റ്റൊമക്കിൽ എടുക്കണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് കഴിച്ച് ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ മറ്റെന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾ കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രമിച്ചു നോക്കുക. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ മറക്കാതെ ഇരിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതെ ഇരിക്കുക. താങ്ക്